ചാങ്ങ LPSലെ ഒരു പാരൻ്റാണ്. അപ്പം ഞാൻ മുന്നേ അബാക്കസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബൊക്കെ തുറക്കുമ്പം ഒരുപാട് കുട്ടികളൊക്കെ വളരെ സ്പീഡിൽ മെൻ്റൽ മാത്തൊക്കെ ചെയ്തിടുന്ന കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി, എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുറമേ എനിക്ക് ക്ലാസ് ഉണ്ട്, പക്ഷേ അത് വളരെ ഫീസാണ്, നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചാങ്ങ LPSലേക്ക് അബാക്കസിൻ്റെ ഈ ടീം വരുന്നത്. അവർ കുറഞ്ഞ ചിലവിൽ തന്നെ ടൂളും ടെക്സ്റ്റും ഫീസും എല്ലാം കൂടെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിന് മുൻകൈ എടുത്തു. അവിടെ ഞാൻ PT പ്രസിഡൻ്റൂടെയാണ്. അപ്പം ഞാൻ മുൻകൈ എടുത്ത് ഓക്കെ പറഞ്ഞു. എന്നാലും എനിക്കൊരു വിഷമം തോന്നി, എൻ്റെ കൊച്ചപ്പം 4ാം ക്ലാസ്സിലായി. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ലെവലിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാലും 4ാം ക്ലാസ്സിലായെങ്കിലും ഇനിയുള്ള കുട്ടികൾക്ക് അത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വേഗം മാത്സ് പഠിക്കാൻ പറ്റും. ഞാനൊക്കെ മാത്സ് കഷ്ടപ്പെട്ട് പഠിച്ച ആളാണ്. ജസ്റ്റ് പാസിലൊക്കെ മാത്സ് കയറിപ്പോയ ഒരാളാണ്. പക്ഷേ ഇനിയുള്ള തലമുറയിൽ പലരും ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടി മാത്സിൽ ഡൗൺ ആയി പോകാൻ പാടില്ല. അവർക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ഒരു ആക്ടിവിറ്റി കിട്ടിയെങ്കിലേ മതിയാവുള്ളൂ. ഇതിവിടെ മാത്സ് മാത്രമാണ് പഠിക്കുന്നതെങ്കിലും നമ്മൾ ആ മാത്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ വികാസമാണ് ഉണ്ടാകുന്നത്. ബ്രെയിൻ വികസിക്കുന്നതനുസരിച്ച് നമ്മുടെ പല ടാലൻറ്റ് വികസിക്കും. പാടാനും വരയ്ക്കാനും എഴുതാനും കളർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള മറ്റു പലതും നമുക്ക് ബൈഹാർട്ടാക്കാനുമുള്ള കഴിവ് വികസിക്കും. അതനുസരിച്ച് നമ്മുടെ കുട്ടി മാത്സ് മാത്രം അബാക്കസ് മാത്രം ചെയ്തു വരുന്നുണ്ടെങ്കിൽ മറ്റ് പല മേഖലകളിലും അവരറിയാതെ തന്നെ ഹൈ ലെവലിലേക്ക് കയറി പോകാൻ സാധിക്കും. എൻ്റെ ഒരു വിഷമം തോന്നിയൊരു കാര്യം, 4ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത് പോകുന്ന സ്കൂളിൽ അബാക്കസ് ഇല്ല. അത് ചെറിയൊരു വിഷമമായിരുന്നു. എന്നാലും വാഹന സൗകര്യം നോക്കിയും അങ്ങനെ ഞാൻ ഈ സ്കൂളിൽ ചേർത്തു. അബാക്കസിൻ്റെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ തന്നെ മോൻ ആദ്യമേ ചാടി എണീറ്റ് മമ്മി ഞാനുണ്ട്, എനിക്ക് പോകണം. അങ്ങനെ വന്ന് ഞങ്ങളിന്ന് അങ്ങനെ ക്ലാസ്സിന് വന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ആ സ്കൂളിൽ വന്ന ടീം തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ വലിയ സന്തോഷമായി. എനിക്ക് പേരൻസിനോട് പറയാനുള്ളത്, നമ്മൾ ചെറിയൊരു താല്പര്യം, കുട്ടികൾ ആദ്യം താല്പര്യം കാണിക്കില്ല, ഞാൻ പോകുന്നില്ല എന്ന് എന്നെ പറയും, കാരണം മാത്സ് ആയതുകൊണ്ട്. പക്ഷേ അതൊരു 2 ക്ലാസ് 3 ക്ലാസ് ഒക്കെ ആകുമ്പോൾ അവർ തന്നെ ആദ്യമേ അതിന് ടൂൾ എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ ചോദിക്കും ഇന്ന് അബാക്കസ് ഉണ്ടോ, മെസ്സേജ് വന്നോ എന്ന് ചോദിക്കും. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കുട്ടികളെത്തും. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കും. ഒരിക്കലും ഈ അബാക്കസ് ക്ലാസ് നമ്മൾ ഒഴിവാക്കി കളയരുത്. നമുക്ക് പുറത്ത് ഒരുപാട് ക്യാഷ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവർക്ക് ഈ ക്ലാസ് വളരെ അനുയോജ്യമാണ്.